Hello guys, welcome to my channel. This is Stay Tuned by Adul. നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായ ചെടികളാണ്. ഇത് നമ്മൾ കാണുന്നത് കുറച്ച് ബിഗോണിയ ഐറ്റംസ് ആണ്. ബിഗോണിയ എനിക്ക് മൂന്ന് വെറൈറ്റിയാണ് ഉള്ളത്. അതിൽ ആദ്യം കാണുന്നത് ഇലയ്ക്ക് ഒരു ബ്രൗൺ നിറവും പൂക്കൾ ഒരു പിങ്ക് കളറുള്ളതുമാണ്. ഇതിന് ഒരു ചെറിയ തണ്ട് വാങ്ങിച്ചിട്ട് ഞാൻ ഇത് പലയിടത്തായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. ഇതാദ്യം പിടിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും. പക്ഷെ നമ്മളത് അധികം വെയിലും ഒന്നും കൊള്ളാതെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇച്ചിരി മൂത്ത തണ്ട് നോക്കിയിട്ട് നമുക്ക് ഇത് വളർത്തിയെടുക്കാനേ ഉള്ളൂ. പിന്നെ രണ്ടാമത് ഇപ്പോൾ കാണുന്നത് പച്ച ഇലയും ചുവപ്പ് പൂവുമുള്ള ഇനമാണ്. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. കാര്യം പൂവ് അതുപോലെ നിറഞ്ഞങ്ങ് നിൽക്കും. ഇപ്പം ഇച്ചിരി മഴ സീസൺ ആയതുകൊണ്ടാണ് പൂവ് ഇച്ചിരി കുറഞ്ഞായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ഇല കാണാത്ത വിധത്തിലുള്ള പൂക്കളായിരിക്കും കാണുന്നത്. അങ്ങനെ 3 ചെടികൾ. ഇനി അടുത്തതായി കാണാൻ പോകുന്നത് ഓർക്കിഡ് റോസ് എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് ആദ്യമായിട്ട് ഇത്രയും നന്നായിട്ട് പോയി. ഇതിന് മുൻപ് പൂവുണ്ടായി, 2-3 പൂവേ ഉണ്ടായുള്ളൂ. ഇത്ര നല്ല ഭംഗിയായിട്ട് കുലയായിട്ടുണ്ടാകുന്ന ആദ്യമായിട്ടാണ്. ഇതിൻ്റെ ഒരു ഭംഗിയൊന്ന് നോക്കിക്കേ, എന്തൊരു ഭംഗിയാണ് കാണാൻ. രണ്ടാമതായി കാണിക്കുന്നത് ബട്ടൺ റോസ് ഇനത്തിൽപ്പെട്ട ഒരു ഡാർക്ക് ഓറഞ്ച് നിറത്തിലുള്ള റോസാണ്. ഇതും എപ്പോഴും പൂവുണ്ടാകുന്ന ടൈപ്പാണ്. ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ടായിരിക്കും ഇപ്പോൾ പൂക്കാനായിട്ടൊന്ന് വൈകുന്നത്. എന്നാലും മിക്കവാറും ഇപ്പോൾ മുട്ട വേറെ വന്നിട്ടുണ്ട്. ഇതും നല്ല രീതിയിൽ പൂവുണ്ടാകുന്ന ഇനം തന്നെയാണ്. അടുത്തത് ഓറഞ്ച് കളറിൽപ്പെട്ട ഒരു റോസാണ്. ഇതും ചെറിയ തൈയായിട്ട് വാങ്ങിച്ചതാണ്. ഇവിടെ നിന്ന് കൊണ്ട് തന്നെ ഇത്രയും നന്നായിട്ട് പൂവിട്ടു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് ഈ ടൈപ്പ് റോസ് വളർത്താൻ അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് കണ്ടാണ് ഈ ഇത് വെക്കാൻ പഠിച്ചത് തന്നെ. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം വരുന്ന മുട്ടകളെല്ലാം നമ്മൾ മുറിച്ച് കളയുകയാണ് ചെയ്യേണ്ടത്. ചെടിക്കൊരു ആരോഗ്യം വന്നതിന് ശേഷം മാത്രമേ പിന്നെ പൂ വിരിയാൻ അനുവദിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ വളർത്തിയെടുത്ത ചെടിയാണിത്. നോക്ക് എന്തുമാത്രം മുട്ടകളാണെന്ന് നോക്കൂ. ഇനിയുള്ളത് സത്യം പറഞ്ഞാൽ ഇതൊരു കാട്ട് റോസാണ്. പക്ഷേ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള കാട്ട് റോസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എനിക്കൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. സാധാരണ കാട്ട് റോസ് എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറായിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഡാർക്ക് റെഡ് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും സാധാ കാട്ട് റോസാണ്. പക്ഷേ പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ ഭയങ്കര കളർഫുള്ളാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ ചെടിയാണിത്. ഇതും പെട്ടെന്ന് കമ്പ് നട്ട് അപ്പം തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ചെടി തന്നെയാണ്. പൂവാണ് ഏറ്റവും അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് സാധാ കാട്ട് റോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കളറും നേരത്തെ ഞാൻ പറഞ്ഞ കളറും തമ്മിൽ വ്യത്യാസം കണ്ടോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ പിങ്ക് കളറാണ്.
ഞാൻ ഇതുവരെ കാണിച്ചതെന്ന് പറയുന്നത് കാട്ട് റോസ് ആണെങ്കിലും അത് ഡാർക്ക് റെഡാണ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഡയാന്തസ് ആണ്. എനിക്കൊരു 10 കളർ ഡയാന്തസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മഴക്കാലത്ത് എനിക്കത് മാറ്റി വെക്കണം, മഴയത്ത് ഒരിക്കലും നമ്മളങ്ങനെ ഡയറക്റ്റ് വെക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ പോയി എനിക്ക് 3 ഉള്ളത്. അതിൽ ആദ്യത്തെ കളറാണിത്. അടുത്തത് ഒരു ഡാർക്ക് മജന്ത എന്ന് പറയാം. ഇതും വളരെ മനോഹരമായ ചെടിയാണ്. ഈ 2 ചെടികളന്ന് എന്തോ മഴ ഇല്ലാതെ മാറിയിരുന്നത് കൊണ്ട് സത്യം പറഞ്ഞ് രക്ഷപ്പെട്ടു. ബാക്കി കളറുകളെല്ലാം എൻ്റെ നിന്ന് പോയിട്ടും പിന്നെ എനിക്ക് മിച്ചം കാണുമ്പോൾ ഒരു സന്തോഷം തരുന്ന ചെടികളാണിത്, ഇത് രണ്ടും. അതിലൊരു മൂന്നാമത് ഒരു കളറും കൂടെ ഉണ്ട്. പക്ഷെ ആ ചെടിക്ക് അത്ര ആരോഗ്യം പോരാ. എന്നാലും പൂവ് കാണാൻ നേരത്തെ കാണിച്ച ഡയാന്തസിൻ്റെ അത്രയും വലിപ്പമില്ല, എന്നാലും കാണാൻ ഭംഗിയാണ്. അത് ഒരു വളരെ ലൈറ്റ് പിങ്ക് കളറിലുള്ളത്. നേരത്തെ ഉള്ളതിൻ്റെ അത്രയും പോരാ, എന്നാലും കൊള്ളാം അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള തുടർന്നുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതാണ്. ബൈ.